ഹലോ, ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. അതെന്ത് ഇന്നത്തെ പ്രത്യേകത എന്ന് ചിന്തിക്കുന്നവരോട്, ഇറ്റ്സ് സൺഡേ ഹോളിഡേ ആൻഡ് ഐ ഗെറ്റ് സം ടൈം ഫോർ സെൽഫ് കെയർ. ബിഫോർ ഹെയർ വാഷ് വാട്ട് ഐ ഡു ഇസ് ഡീടാങ്കിൾ ഹെയർ യൂസിങ് എ കോംബ്. പല്ലുകൾ നല്ലോണം അകന്നിരിക്കുന്ന ഒരു കോംബ് യൂസ് ചെയ്തിട്ട് ഡീടാങ്കിൾ ചെയ്യാം. കൈ കൊണ്ടും ചെയ്യാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്യുക, ഷാമ്പൂ ഇടുക ആൻഡ് മാസ്ക് ഇടുക. ദാറ്റ്സ് ഓൾ. ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ പ്രിഫർ കോക്കനട്ട് ഓയിൽ. എൻ്റെ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം മാത്രമാണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഐ ലവ് ടു ഡു സം എക്സ്പെരിമെൻറ്റ്സ് ഇൻ ഓയിൽസ്. അത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നൗ ഐ വോണ്ട് ഷോ യു സംതിങ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു മസാജറായിട്ട് യൂസ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഇത് കുറേ നാളെ വാങ്ങിച്ചിട്ട് കൊള്ളാം. അധികം പ്രഷർ കൊടുക്കാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എപ്പോഴും ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് ഹെയറിനെ പറിച്ചെടുക്കണ പോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നോ യൂസ്. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. ആഴ്ചയിൽ 2-3 തവണ മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ. ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ നാച്ചുറൽ ഓയിലായിട്ടുള്ള സെബത്തിനെ അത് റിമൂവ് ചെയ്യും. അത് ഹെയറിനെ ഫ്രിസിയും റഫൊക്കെ ആക്കും. ഹെയറിൻ്റെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. എനിക്കത് അനുഭവമുണ്ട്. ഇനി നമുക്ക് തല കഴുകാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഷാമ്പൂ. ഇത് ലോറിയലിൻ്റെ കളർ മോഷൻ ഷാമ്പൂ ആണ്. ഓർഡിനറി ഷാമ്പൂവിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് കളേർഡ് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാൻ. ഡയറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറില്ല ഞാൻ. ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുക. ഇത് ഫ്രിസി ആവാണ്ടും ബ്രേക്ക് ആവാതും ഹെയറിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഇനി ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ല. ഇന്ന് മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. ലോറിയലിൻ്റെ തന്നെ കളേർഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്ക് ആണത്. ഇത് വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്കാൽപ്പിൽ ടച്ച് ചെയ്യാതെ ബാക്കിയുള്ള ഹെയറിൻ്റെ ഭാഗത്താണ് ഞാൻ അപ്ലൈ ചെയ്യുക. ഹെയർ ബ്രേക്ക് ആവാതെയും ഫ്രിസി ആവാതെയും ഇത് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ തലമുടി നനഞ്ഞു കഴിഞ്ഞാൽ 4-3-7 രോമം തന്നെ എനിക്കേ ഉള്ളൂ. സോ നമുക്ക് ഡ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണക്കാം. ഇത് കംപ്ലീറ്റ് ഞാൻ ഡ്രൈ ചെയ്യാറില്ല. വെള്ളം ഇറ്റിട്ട് വീഴാതെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ഡ്രൈ ചെയ്യുക നോർമലി. ഇന്നത്തെ എൻ്റെ അഭ്യാസങ്ങൾ ഏകദേശം അവസാനിച്ച മട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, പലരുടെയും ഹെയറിൻ്റെ ടൈപ്പ്, ഹെൽത്ത്, കളർ, ലെങ്ത് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. കാണുന്ന എല്ലാ പ്രൊഡക്ട്സും വാരി വലിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഹെയറിൻ്റെ പ്രോബ്ലം എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. സോ ഇനി വരുന്ന വീഡിയോസിൽ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. അതുവരേക്കും ടാറ്റാ ബൈ.